ഹലോ സ്റ്റുഡൻസ്, CSIR നെറ്റ് ഗേറ്റിൻ്റെ റീക്യാപ്പ് സീരീസിലാണ് നമ്മളുള്ളത്. റീക്യാപ്പ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. അതിൽ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ലഗ്രാഞ്ചിയൻ ഫോർമാലിസ് എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിച്ചാൽ നമുക്ക് ലഗ്രാഞ്ചിയനെങ്കിലും അറിയണം എന്നുള്ളതാണ്. അപ്പോൾ അതിലെ കുറച്ച് സെറ്റ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്കി കൂടുതൽ പ്രാക്ടീസ് പ്രോബ്ലംസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പോയി അറ്റംപ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റ്സിനും അതുപോലെ തന്നെ ഈ ലെക്ചർ നോട്ടൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ലിങ്കിൽ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതും കൂടി നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ടോപ്പിക്കിലേക്ക് കടക്കാം. ലഗ്രാഞ്ചിയൻ ഫോർമാലിസ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്ന് പഠിക്കണം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നോർമലി എത്ര ഡയമെൻഷനിൽ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. എത്ര നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ മാക്സിമം അല്ലെങ്കിൽ ഏറ്റവും മിനിമം റെപ്രസെൻ്റ് ചെയ്യാൻ എത്ര കോർഡിനേറ്റ്സ് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഉറുമ്പ് ഒരു ഉറുമ്പ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ത്രെഡിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലിച്ച് കെട്ടിയ ഒരു ത്രെഡിലൂടെ ഉറുമ്പ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അതിനെ റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരൊറ്റ കോർഡിനേറ്റ് മതി, എക്സ് എന്നുള്ള കോർഡിനേറ്റ് മാത്രം മതി. കാരണം എന്താ, എക്സ് എവിടെയെന്ന് പറഞ്ഞാൽ ഉറുമ്പ് എവിടെ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നേരെ മറിച്ച് നമ്മൾ വേറൊരു സിസ്റ്റമാണെന്ന് വിചാരിക്കാം. ഒരു റൊട്ടേറ്റ് ചെയ്യണ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സിമ്പിൾ പെന്നിലാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ സിമ്പിൾ പെന്നിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസിൽ എങ്ങനെയാണ്, സിമ്പിൾ പെന്നിൽ ഇങ്ങനെ ഇവിടുന്ന് ഏറ്റവും ഇക്വിലിബ്രിയം പൊസിഷൻ എന്താണ്, ഓസിലേറ്റ് ചെയ്ത് അത് ഈ പൊസിഷൻ വരെ എത്താം. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ എക്സും വൈയും വേണമല്ലോ. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വേറെ കോർഡിനേറ്റ്സിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ ഒറ്റ ആൾ മതി. തീറ്റനെ റെപ്രസെൻ്റ് ചെയ്താൽ എനിക്ക് ആരെ പറ്റും, സിമ്പിൾ പെൻഡുലം സിമ്പിൾ പെൻഡുലത്തിലെ ബോബ് എവിടെയുള്ളത് നമുക്ക് പറയാൻ പറ്റും. തീറ്റ 0 ആണോ, എവിടെയാണ് തീറ്റ 90 ആണോ, എവിടെയാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉറുമ്പിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഉറുമ്പിനോട് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആരൊക്കെയാണ്? ആക്ച്വലി ഉറുമ്പിന് എത്ര കോർഡിനേറ്റ് വേണം? 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ്, 3 കോർഡിനേറ്റ് ഉറുമ്പിന് ആവശ്യമാണ്. അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യണത് ഇവിടെ ആരൊക്കെയാണ്? ഒന്ന് വൈ ഡയറക്ഷനിൽ ഒരു മോഷൻ ഒന്നുമില്ല, സെഡ് ഡയറക്ഷനിൽ മോഷൻ ഒന്നുമില്ല, പെർപെൻഡിക്കുലർലി ഒന്നും മോഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ മാത്രം മതി എന്നർത്ഥം. ഓക്കെ, സിമ്പിൾ പെൻഡലത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഒന്ന് സിമ്പിൾ പെൻഡലം എന്താ പറയുക, ഒരു പ്ലെയിനിൽ മാത്രമേ ഓസിലേറ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ. പ്ലെയിനിൽ മാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ക്രീനുള്ള ഈ ഒരു പ്ലെയിനിലാണ് സിമ്പിൾ പെൻഡലം ഓസിലേറ്റ് ചെയ്യുക. അപ്പോൾ അതൊരു റെസ്ട്രിക്ഷനാണ്. ബാക്കി സെഡിലേക്കൊന്നും അത് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ Z ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് എന്താണ്, ഇതിൻ്റെ റെസ്ട്രിക്ഷനാണ്, ഒരു കൺസ്ട്രെയിൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് വേറൊരു കൺസ്ട്രെയിനും കൂടി ഉണ്ട്. എന്താണ്? ലെങ്ത് ഓഫ് ദ പെൻഡുലം വിൽ ബി കോൺസ്റ്റൻറ്റ്. ലെങ്ത് വിൽ ബി കോൺസ്റ്റൻ്റ് ആണെന്ന് പറയും. ലെങ്ത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്, അത് വേറൊരു കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ എത്ര കൺസ്ട്രെയിൻ ഉണ്ടോ അത് പോയിട്ടാണ് നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഇനി എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ് നമുക്ക് വേണ്ടി വരുന്നുണ്ടാവുക. ഓക്കെ, സോ കൺസ്ട്രെയിൻറ്റ് എന്താ നമ്മൾ പറഞ്ഞു, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താന്ന് പറഞ്ഞു. ജനറലി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിൽ ബി ഈക്വൽ ടു 3n-k ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സോ 3n-k എന്ന് പറഞ്ഞാൽ n ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. എത്ര നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ആണ്, എത്ര ഒബ്ജക്റ്റ് ഉണ്ട് അവിടെ നോക്കണം. എന്നിട്ട് ആ ഓരോ ഒബ്ജക്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ഒബ്ജക്ട്സ് നോക്കണം. ഓരോ ഒബ്ജക്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ എത്ര കൺസ്ട്രെയിൻസ് ഉണ്ട് നോക്കണം. ആ കൺസ്ട്രെയിൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ ഉള്ള മാക്സിമം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതിന് മൂവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് കിട്ടും എന്നർത്ഥം. ഓക്കെ, ഉറുമ്പിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 3x1, അതാണ് ഒരു ഉറുമ്പിൻ്റെ കേസിൽ മൊത്തം 3 ആൾക്കാരെ പോസിബിൾ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ എത്ര പറഞ്ഞത്, 2 പറഞ്ഞിട്ടുള്ളത്. സോ 3x1-2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 1 കിട്ടും. ദാറ്റ് ഈസ് ഒരൊറ്റ കോർഡിനേറ്റ് മതി എന്ന്. അതാണ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സിമ്പിൾ പെൻഡലത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ, സിമ്പിൾ പെൻഡലത്തിൽ 3x1 ഒരൊറ്റ ബോബിൻ്റെ മാത്രം സ്റ്റഡി നമ്മൾ നടത്തുന്നുള്ളൂ. സോ 3x1 ആണ് വരിക. കൺസ്ട്രെയിൻ എത്ര ഉണ്ട്, 2 കൺസ്ട്രെയിൻ ഉണ്ട് അല്ലേ. അപ്പോൾ 3x1-2 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കൺസ്ട്രെയിൻ ഉണ്ട്, എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മതി അർത്ഥം. ഓക്കെ, ആ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ചിലപ്പോൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാവാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്, കോർഡിനേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലാവും. സിസ്റ്റം ഏതും ആയിക്കോട്ടെ, പക്ഷേ റെപ്രസെൻ്റ് ചെയ്യാൻ എത്ര നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് മെയിൻലി ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ അതിൽ തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻ എന്നുള്ള ഒരു എലമെൻ്റ് കൂടി പഠിക്കാനുണ്ട്. കൺസ്ട്രെയിൻ പല രൂപത്തിലുണ്ടാവും.
അതിൽ ഏറ്റവും ബേസിക് ആയ ഒരു രൂപമാണ് ഹോളോനോമിക്കും അതുപോലെ നോൺ ഹോളോനോമിക്കും. നോൺ ഹോളോനോമിക് എന്ന് പറയും. ഈ രണ്ടാൾക്കാരെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഹോളോനോമിക് ആണെന്നുണ്ടെങ്കിൽ ആ കൺസ്ട്രെയിൻസ് നമ്മൾ ഈക്വൽ ടു എന്നിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലെങ്ത്ത് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് സിമ്പിൾ പെൻഡത്തിൻ്റെ കേസിൽ അതൊരു ഹോളോനോമിക് കൺസ്ട്രെയിൻ ആണ്. ഓക്കെ. നോൺ ഹോളോനോമിക് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഒരു ബലൂണിൻ്റെ ഉള്ളിൽ ഉറുമ്പ് ഇങ്ങനെ ഒരു ഉറുമ്പ് ബലൂണിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. ഓക്കെ. സോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മോഷൻ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ? നമുക്കൊരു കാര്യം പറയാം, ആർ വിൽ ബി എ കോൺസ്റ്റൻറ്റ്. സെൻറ്ററിൽ നിന്നുള്ള റേഡിയൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം ഒരു പരിധിക്ക് അപ്പുറം എന്ത് ചെയ്യില്ല, ഉറുമ്പ് പോകില്ല. കാരണം ചുറ്റും ബലൂണാണ്, അപ്പോൾ അതിനപ്പുറം പോകാൻ കഴിയില്ല. അപ്പോൾ അല്ലെങ്കിൽ ബലൂണിൻ്റെ ഉള്ളിൽ വേറെ ബോൾ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, ആ ബോളിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ബലൂണിൻ്റെ പുറത്തേക്ക് എങ്ങനെയാലും പോകാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുക. ആ ടൈപ്പ് കൺസ്ട്രെയിനാണ് നമ്മൾ നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻ എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ. ഇനിയാണ് നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റിലേക്ക് വരുന്നത്. ഒരു സിസ്റ്റത്തിൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടോ അത്രയും ജനറലൈസ്ഡ് കോർഡിനേറ്റ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആവശ്യമാണ്. ഓക്കെ. അതിനാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയാം. നോർമലി അതിനെ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത് Q1 Q2 എക്സെട്ര ഒക്കെയാണ്. Q1 Q2 Q3 എക്സെട്ര എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന് റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക. അതിനെ നമ്മൾ കാർട്ടീഷ്യനിലാണെന്നുണ്ടെങ്കിൽ സപ്പോസ് Q1 ഈസ് ഈക്വൽ ടു എക്സ് ആയിട്ട് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം, Q2 ഈസ് ഈക്വൽ ടു വൈ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, Q3 ഈസ് ഈക്വൽ ടു സെഡ് ആയിട്ടൊക്കെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ആർ എന്നുള്ളൊരു കോർഡിനേറ്റ് ആയിട്ട് എടുക്കാം, തീറ്റ എന്നുള്ള വേറെ കോർഡിനേറ്റ് ആയിട്ട് എടുക്കാം, ഫൈ എന്നുള്ള വേറെ കോർഡിനേറ്റ് ആയിട്ട് എടുക്കാം. ഇങ്ങനെയൊക്കെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഓക്കെ. നൗ ജനറലൈസ്ഡ് വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നോർമലി ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സിൽ ആയാലും ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സിലായാലും ക്ലാസിക്കൽ മെക്കാനിക്സിൽ പൊതുവേ നമ്മൾ എടുക്കാറുള്ളത് dx/dt എന്ന് പറഞ്ഞാൽ നമ്മളതിനെ d/dt ഒഴിവാക്കിയിട്ട് നമ്മളതിനെ എക്സ് ഡോട്ട് എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുക. d/dt എന്നുള്ള റെപ്രസെൻറ്റേഷന് പകരം എക്സ് ഡോട്ട് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. സോ ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടി. ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റിന് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഡെറിവേറ്റീവ് എടുത്താൽ എനിക്ക് ആരെ കിട്ടും? ജനറലൈസ്ഡ് വെലോസിറ്റി കിട്ടും. ഓക്കെ. സോ ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നോർമലി അത് Q1 ഡോട്ട് Q2 ഡോട്ട് Q3 ഡോട്ട് Q4 ഡോട്ട് എന്ന് പറഞ്ഞിട്ടാണ് പോവുക. അത് എത്ര എണ്ണം ഉണ്ടാവും? എത്ര ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ടോ അത്രയും ജനറലൈസ്ഡ് വെലോസിറ്റി ഉണ്ടാവും. എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടോ അത്ര ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ടാവും. എത്ര ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ടോ അത്ര ജനറലൈസ്ഡ് വെലോസിറ്റി ഉണ്ടാവും. ഓക്കെ. സോ ഇതാണ് ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി അതുപോലെ ഒന്നാണ് ജനറലൈസ്ഡ് മൊമെൻറ്റം. ജനറലൈസ്ഡ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നോർമലി ഇറ്റ് വിൽ ബി PK ഈസ് ഈക്വൽ ടു ഡോട്ട് ടി ബൈ ഡോട്ട് ക്യൂ ഡോട്ട് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഡോട്ട് ടി എന്ന് പറഞ്ഞാൽ നോർമലി കൈനറ്റിക് എനർജിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. സോ കൈനറ്റിക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ നോർമലി കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ആരാണ്? ഹാഫ് mv² ആണ് അല്ലേ. ഇതിന് നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റിൻ്റെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സ് ഡോട്ട് ആണ്. എക്സ് ഡോട്ട് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ. ഇനി ഞാൻ ഈ ഡോട്ട് ടി ബൈ ഡോ കൈനറ്റിക് എനർജി ബൈ ഡോ എക്സ് ഡോട്ട് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2x ഡോട്ട് എന്ന് വരും. 2x ഡോട്ടിലെ 2ഉം 2ഉം കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? mx ഡോട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇറ്റ് ഈസ് ഇക്വലൻ്റ് മൊമെൻ്റ് ആണ് അല്ലേ, മൊമെൻ്റ് ആണ്. ഓക്കെ. സോ മൊമെൻ്റത്തെ ജനറലൈസ്ഡ് മൊമെൻ്റത്തെ റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോട്ട് ടി ബൈ ഡോ ക്യൂ ഡോട്ട് എന്ന് ചെയ്താൽ മതി. പക്ഷെ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാവും, കൈനറ്റിക് എനർജി പൊതുവെ വെലോസിറ്റി ആയിട്ടായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. പൊട്ടൻഷ്യൽ എനർജി നോർമലി പൊസിഷൻ ആയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ. പൊസിഷൻ എന്ന് പറഞ്ഞാൽ Q1 ആയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എക്സും ആയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുക. mgh എന്നൊക്കെ പറഞ്ഞാൽ ഹൈറ്റും ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുക, വെലോസിറ്റി ആയിട്ടല്ല. വെലോസിറ്റി ഡിപ്പെൻഡൻറ്റ് പൊട്ടൻഷ്യൽസ് ഉണ്ടാവാം. സോ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയിൽ എക്സ് മാത്രമേ ഉള്ളൂ, എക്സ് ഡോട്ട് ഇല്ല. അപ്പോൾ നമ്മൾ അതിന് എന്ത് റെപ്രസെൻ്റ് ചെയ്യും? ലഗ്രാഞ്ചൻ L ഈസ് ഈക്വൽ ടു T മൈനസ് വി ആണ്. സോ ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആരെ കിട്ടും? എഗെയിൻ മൊമെൻറ്റം കിട്ടും എന്നർത്ഥം. ഓക്കെ. ഇവിടെ കൈനറ്റിക് എനർജിൻ്റെ ടേമിൽ നമ്മൾ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ എന്തിൻ്റെ ടേമിൽ തന്നെ പറഞ്ഞു? ബാക്ക് ടു ലഗ്രാഞ്ചിൻ്റെ ടേമിൽ തന്നെ അതിനെ റെപ്രസെൻ്റ് ചെയ്തു എന്നർത്ഥം. ഓക്കെ. ഇനി യൂളർ ലഗ്രാഞ്ചിൻ ഇക്വേഷൻ ആണ്. സോ ലഗ്രാഞ്ചിൻ ഈസ് ഡിഫൈൻഡ് ആസ് T മൈനസ് വി. ഓക്കെ. വേർ T ഈസ് ദ പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജി ആൻഡ് വി ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. സോ നമ്മളതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ d/dt ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഐ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ഐ വിൽ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നുണ്ടാവും. ഇതിനാണ് യൂളർ ലഗ്രാഞ്ചി ഇക്വേഷൻ എന്ന് പറയാം. സോ അതിൽ ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഇതാരാണ്? മൊമെൻ്റ് ആണ്.
ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇത് ഇക്വലൻ്റ് ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അത് ഫോഴ്സ് FI ആണ്, മറ്റേത് മൊമെൻറ്റം PI ആണ്. ഇനി ഇവിടെ ഒരു പ്രശ്നം വരാൻ സാധ്യത ഉള്ളതെന്ന് വെച്ചാൽ ഒന്നിലധികം ജനറലൈസ്ഡ് കോർഡിനേറ്റ് വന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ എക്സ് ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്, തീറ്റ വേറെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 2 യൂളർ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് d/dt ഓഫ് ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു യൂളർ ലഗ്രാഞ്ച് ഇക്വേഷനും, സിമിലർലി d/dt ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0 എന്നുള്ളൊരു ഇക്വേഷൻ എന്തുണ്ടാവും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് രണ്ടും അവിടുത്തെ ഇക്വേഷൻ ഓഫ് മോഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതാണ് ആ കേസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്, ദാറ്റ് ഈസ് സിമ്പിൾ പെൻഡുലാണ് സോൾവ് ചെയ്യുക. സോ സിമ്പിൾ പെൻഡുലം ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ജനറലൈസർ കോർഡിനേറ്റ് ഏതാണ്? തീറ്റയാണ്, നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, സോ തീറ്റയാണെന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മളെ ഇവിടെ ഉള്ള കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹാഫ് mv² ആയിരിക്കും. ടി എന്ന് പറഞ്ഞാൽ ഹാഫ് mv² ആണ്. നമ്മളിതിൽ വേറെ കമ്പോണൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ v is equal to എന്താണ്? R ഒമേഗയാണ്. R എന്ന് പറഞ്ഞാൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ L ആണ്. L-ലല്ലാതെ ഓസിലേറ്റ് ചെയ്യുന്നത്, സോ L ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ തീറ്റ ഡോട്ടാണ്. ഓക്കെ, തീറ്റ ഡോട്ടിൻ്റെ തീറ്റൻ്റെ ഫസ്റ്റ് ടൈം ഡെറിവേറ്റീവ് ആണ് ഒമേഗ. എപ്പോഴും ടൈം ഡെറിവേറ്റീവിന് മാത്രമേ ഡോട്ട് ഇടാൻ പറ്റുള്ളൂ, വേറെ ഉള്ളതിനൊന്നും ഡോട്ട് ഇടരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. സോ v ഈക്വൽ ടു L തീറ്റ ഡോട്ട് എന്ന് കിട്ടും. ദെർഫോർ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു ഹാഫ് mL² തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഹാഫ് mL² തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് കിട്ടും. നൗ ഹൗ ടു ഇവാലുവേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി v ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ ബേസിക്കലി ആരാണ്? mgh ആണല്ലോ. സോ നമ്മൾ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇങ്ങനെ നോക്കുക. സിമ്പിൾ പെൻഡുലം ആക്ച്വലി ഇവിടെയാണ് എത്തേണ്ടത്. സോ ഇപ്പോൾ അതും എത്ര ഹൈറ്റാണ് പൊങ്ങിയത്? ഈ ഹൈറ്റാണത് മുകളിലേക്ക് പൊങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? മൊത്തം ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ L ആണ്. ഓക്കെ, ഇനി അതിന് ഈ ഒരു ഹൈറ്റ് കുറക്കണം അല്ലേ? ഞാനിപ്പോൾ ഈ ഒരു ബ്ലൂ കളറിൽ മാർക്ക് ചെയ്യണ ഈ ഒരു ഹൈറ്റ് കുറക്കണം. ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരിക? ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ L cos θ ആയിരിക്കും. L-ൻ്റെ cos θ കമ്പോണൻ്റ് ആണിത്. സോ ഇത് L cos θ ആണ്, ടോട്ടൽ L ആണ്. സോ ആ ഹൈറ്റ് ഇക്വലൻ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? L മൈനസ് L cos θ എന്ന് കിട്ടും. L മൈനസ് L cos θ എന്ന് കിട്ടും. സോ അത്രയാണ് പെൻഡുലം ബോബ് പൊങ്ങിയിട്ടുള്ളത്. ഓക്കെ, സോ ഇതിനൊന്ന് റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ mgL ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടുന്നുണ്ടാവും. mgL ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടുന്നുണ്ടാവും. സോ v is equal to mgL ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. Therefore finally Lagrangian L will be equal to t minus v, that is half mL² theta dot square minus mgL into 1 minus cos theta will be equal. This is the Lagrangian corresponding that. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് ആരെയാണ്? ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് എന്താ വരിക? തീറ്റ ഡോട്ട് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 2 തീറ്റ ഡോട്ട് വരും. 2 കട്ട് ചെയ്ത് പോയാൽ ആരെ കിട്ടും? mL² തീറ്റ ഡോട്ട് കിട്ടും. ഓക്കെ, ഇനി അതുപോലെ ഡോ എൽ ബൈ ഡോ തീറ്റ ആരാണ് വരിക? ഡോ എൽ ബൈ ഡോ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൈനസ് mgL ഉണ്ടായി, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലസ് mgL കോസ് തീറ്റ ഉണ്ട് അല്ലേ? മൈനസ് mgL ഉണ്ട്, മൈനസ് കോസ് തീറ്റ പ്ലസ് mgL കോസ് തീറ്റ വരും. ഈ പ്ലസ് mgL കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എടുത്താൽ എന്താ വരിക? കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എടുത്താൽ സൈൻ തീറ്റ വരും, മൈനസ് സൈൻ തീറ്റ വരും. അപ്പോൾ മൈനസ് mgL സൈൻ തീറ്റ വരും. ഓക്കെ, മൈനസ് mgL സൈൻ തീറ്റ വരും. ഇനി ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ d/dt ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് ആരാണ്? d/dt ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് വിൽ ബി ഈക്വൽ ടു mL² തീറ്റ ഡബിൾ ഡോട്ട് വരും. എം ടൈമിനനുസരിച്ച് വേരി ചെയ്യില്ല, ലെങ്ത് ടൈമിനനുസരിച്ച് വേരി ചെയ്യില്ല, തീറ്റ മാത്രം ടൈമിനനുസരിച്ച് വരുള്ളൂ. അപ്പോൾ അതിന് 2 ഡോട്ട് വന്നു. 2 ഡോട്ട് എന്ന് പറഞ്ഞാൽ അതാരാണ്? ആക്സിലറേഷനാണ്. നമ്മളിത് ലഗ്രാഞ്ചിയസ് ഇക്വേഷൻ ഓഫ് മോഷനിൽ എഴുതി നോക്കി കഴിഞ്ഞാലോ, mL² തീറ്റ ഡബിൾ ഡോട്ട് ഇക്വേഷൻ എന്തായിരുന്നു? d/dt ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ വിൽ ബി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ ടേമാണ് നമ്മൾ mL² തീറ്റ ഡബിൾ ഡോട്ട് എന്ന് കിട്ടിയത്. മറ്റേ ടേം എഴുതുമ്പോഴോ മൈനസ് മൈനസ് പ്ലസ് ആവും. പ്ലസ് mgL സൈൻ തീറ്റ വിൽ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇതിന് റീഅറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ mL² കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ m ക്യാൻസൽ ചെയ്യും.
ഇവിടെ എന്ത് വരും, ജി ബൈ എൽ വരും. ദാറ്റ് ഈസ് തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ജി ബൈ എൽ സൈൻ തീറ്റ വിൽ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതാണ് നോർമലി എന്തെന്ന് പറഞ്ഞാൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ രൂപത്തിൽ ഏത് സിസ്റ്റം തന്നു കഴിഞ്ഞാലും അതിൻ്റെ ടി കാണാം, വി കാണാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള എല്ലാ പ്രോബ്ലംസും അത് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഓക്കെ, നൗ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ ലഗ്രാഞ്ചിയൻ ഓഫ് ദ കോമ്പൗണ്ട് പെൻഡിലാണ് പറഞ്ഞിട്ടുള്ളത്. കോമ്പൗണ്ട് പെൻഡിലാകുമ്പോൾ എന്തായിരിക്കും മാറ്റം ഉണ്ടാവുക, സിമ്പിൾ പെൻഡിലും കോമ്പൗണ്ട് പെൻഡിലും നമ്മൾ വ്യത്യാസം എന്താ, സിമ്പിൾ പെൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആണ്, ബോബ് മാത്രമേ അവിടെ ഉള്ളൂ. ബോബിൻ്റെ മോഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുക, അവിടെയുള്ള എല്ലാ ടേംസും വേരി ചെയ്യുന്നുണ്ടാവുക എന്നർത്ഥം. എന്നാൽ കോമ്പൗണ്ട് പെൻഡിൽ എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് പെൻഡിലത്തിൻ്റെ മാസ് ഒരൊറ്റ സിംഗിൾ പാർട്ടിക്കിളിൻ്റെ മാസ് പോലെ കൺസിഡർ ചെയ്താൽ പോരാ. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കോമ്പൗണ്ട് പെൻഡിലത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആർബിട്രറി ആയിട്ട് ഒരു ഷേപ്പിൽ ഉണ്ടാകുന്ന ഒരു ഇതായിരിക്കും ഉണ്ടാവുക. സോ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഉണ്ടാവുക. സോ ഇവിടുത്തെ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക ഹാഫ് ഐ തീറ്റ ഡോട്ട് സ്ക്വയർ ആണ്. എന്താ വ്യത്യാസം വന്നിട്ടുള്ളത്, നേരത്തെ എന്തായിരുന്നു, ഹാഫ് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ ആയിരുന്നു. അതിന് പകരം ഇപ്പം എന്ത് വന്നു, ഹാഫ് ഐ തീറ്റ ഡോട്ട് സ്ക്വയർ വന്നു. ഐ എന്ന് പറഞ്ഞാൽ ആരാണ്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. ഓക്കെ, സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ അത് കോമ്പൗണ്ട് പെൻഡിലത്തിൻ്റെ ഓരോ ഷേപ്പിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ എം ആർ സ്ക്വയർ ആവും, ചിലപ്പോൾ എം ആർ സ്ക്വയർ ബൈ 2 ആവും, എങ്ങനെ വേണമെങ്കിലും വരാം. സോ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും, ഹാഫ് ഐ തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് കിട്ടും. കൈനറ്റിക് എനർജി എന്താ വരിക, കൈനറ്റിക് എനർജി ഇക്വലൻ്റ് ആയിട്ട് എന്താണ് വരിക, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ വരും. എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. സോ ഇവിടെ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഏതൊരു ഏരിയ മാത്രമാണ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പോർഷൻ മാത്രമാണ്, അതായത് ഒരു സെൻറ്റർ ഓഫ് മാസ് ഉള്ള ഏരിയ മാത്രമാണ്, ആ ഒരു പോയിന്റ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക മോഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതാണ് അതിൻ്റെ കേസിൽ ടിയും വിയും പറയാനുള്ളത്. ഇനി ഇക്വേഷൻ ഓഫ് മോഷൻ ലഗ്രാഞ്ചിനെ എങ്ങനെ കണ്ടുപിടിക്കുക, ടി മൈനസ് വി ആണ്. സോ ലഗ്രാഞ്ചൻ വിൽ ബി ഈക്വൽ ടു ഹാഫ് ഐ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ വരും. ഹാഫ് ഐ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് വരും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും, നമ്മളെ ലഗ്രാഞ്ചൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നേരെ ഇതിൻ്റെ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ വിൽ ബി ഈക്വൽ ടു 0 വരും. ഇത് വാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ കിട്ടും എന്നർത്ഥം. ഓക്കെ, അടുത്തൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ലഗ്രാഞ്ചിയൻ ഓഫ് എ സ്ഫെറിക്കൽ പെൻഡുലം എന്നുള്ളതാണ്. സ്ഫെറിക്കൽ പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനിങ്ങനെ സ്ഫിയർ ഷേപ്പിൽ എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യുക എന്നുള്ളതാണ് സ്ഫെറിക്കൽ പെൻഡുലത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മൾ ടിയും വിയും എങ്ങനെയായിരിക്കും വാലുവേറ്റ് ചെയ്യുന്നുണ്ടാവാം, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും, ഇപ്പോൾ ഇവിടെ എല്ലാ ടേമും ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതായത് ആറും തീറ്റയും ഫൈയും 3 ടേമും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മളെങ്ങനെ എന്തെങ്കിലും വരും, ഹാഫ് എം ഇൻറ്റു ആറിൻ്റെ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ആറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഓക്കെ, ഇതിൽ 6 ഡിപ്പെൻഡ് ചെയ്യില്ല, കാരണം എന്താ, 6 വേരി ചെയ്യുന്നില്ല, സ്ഫിയറിൻ്റെ എവിടെ വേണമെങ്കിലും അതിന് മൂവ് ചെയ്യാം, പെൻഡുലത്തിന് മൂവ് ചെയ്യാം, പക്ഷേ 6 ഡിപ്പെൻഡ് ചെയ്യില്ല, 6 മാത്രമേ മാറുള്ളൂ, തീറ്റയും ഫൈയും കംപ്ലീറ്റ് ആയിട്ട് മാറും. അപ്പോൾ നമ്മളെ ഇക്വേഷൻ എങ്ങനെ വരിക, ഹാഫ് എം ഇൻറ്റു ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഫൈ ഡോട്ട് സ്ക്വയർ എന്ന് വരും. ഇതാണ് അവിടെ വരിക, ടി വരിക. കാരണം എന്താ, തീറ്റ ഫൈ ആണ് ചേഞ്ച് ചെയ്യുക. ഈ സ്ഫിയറിൻ്റെ ഉള്ളിൽ തീറ്റ ഫൈ എങ്ങനെ ചേഞ്ച് ചെയ്യുക, തീറ്റ മാറിക്കഴിഞ്ഞാൽ തീറ്റൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആർ ഡി തീറ്റ ആയിരിക്കും വരുന്നുണ്ടാവുക. ഫൈയിലുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക, ആർ സൈൻ തീറ്റ ഡി ഫൈ ആണ് വരിക. അപ്പോൾ ഇതിന് ഡെറിവേറ്റീവ് എടുത്തതാണ് ഞാൻ എന്ത് കാണിച്ചു തന്നത്, ആർ തീറ്റ ഡോട്ടും ആർ സൈൻ തീറ്റ ഫൈ ഡോട്ടും അതിനെ സ്ക്വയർ എടുത്തു എന്നർത്ഥം. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ എനർജി നമ്മളെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക, പൊട്ടൻഷ്യൽ എനർജി സപ്പോസ് ഈ ഒരു പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, മൈനസ് കെ ആർ ആയിരിക്കും. ഈ പോയിന്റ് നിന്നാണ് നോക്കണമെന്നുണ്ടെങ്കിൽ റേഡിയസ് എത്രയാണോ അതാണ് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് വരുന്നുണ്ടാവും, മൈനസ് കെ ആർ ആയിരിക്കും. ഈ ഒരു പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, മൈനസ് കെ ആർ ആയിരിക്കും ഈ പൊസിഷനിൽ വരുന്നുണ്ടാവുക. ഈ പൊസിഷനിൽ എന്താ വരുന്നുണ്ടാവുക, ഈ പൊസിഷനിൽ നമുക്ക് എന്ത് കിട്ടണം, ഈ ഒരു ടേം തന്നെ ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. സോ നമുക്ക് നേരത്തെ അതേ ടേമാണ് വരിക, അതായത് തീറ്റൻ്റെ ഡിപ്പെൻഡൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയാണ് വരിക. ഓക്കെ, താഴെയുള്ള പൊസിഷൻ എന്നാണ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് മുകളിലെത്തുമ്പോഴോ കോസ് തീറ്റ നെഗറ്റീവ് ആവും 180 ഡിഗ്രി ആകുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും,
2mgl എന്ന് വരും. അപ്പോൾ കറക്റ്റ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എല്ലാ പോയിന്റിലുള്ളതും കിട്ടും. ഇനി ഇത് വെച്ചിട്ട് ടിയും വിയും എങ്ങനെ വാല്യൂറ്റ് ചെയ്യാം? ടിയും വിയും എന്ന് പറഞ്ഞാൽ ലഗ്രാഞ്ചൻ L is equal to T minus V ആണ്, which implies that ഈ രണ്ട് ടേമും മൈനസ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ലഗ്രാഞ്ച് കിട്ടിക്കഴിഞ്ഞു. ലഗ്രാഞ്ച് ഇക്വേഷൻ ഓഫ് മോഷൻ രണ്ടെണ്ണം ഉണ്ടാവും അല്ലേ? ഒന്ന് തീറ്റക്കായിരിക്കും, ഒന്ന് ഫൈനായിരിക്കും. അപ്പോൾ d/dt ഓഫ് ഡോൽ ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0 ഒരു ലഗ്രാഞ്ചിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷനായി. രണ്ടാമത്തെ യൂളർ ലഗ്രാഞ്ചിൻ ഓഫ് ഇക്വേഷൻ ഓഫ് മോഷൻ ഏതാണ്? d/dt ഓഫ് ഡോൽ ബൈ ഡോ ഫൈ ഡോട്ട് മൈനസ് ഡോൽ ബൈ ഡോ ഫൈ ഈക്വൽ ടു 0 എന്നുള്ള ടേമാണ് അടുത്തുണ്ടാവുക. ഓക്കെ, നൗ ഒരു പ്രോബ്ലം എന്താ പറയുക ചെയ്ത് നോക്കാം. ദ ലഗ്രാഞ്ചിൻ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിങ് ഇൻ വൺ ഡയമെൻഷൻ ഈസ് ഗിവൺ ബൈ L is equal to half mx dot square minus bx എന്നിട്ട് where b is a positive constant. The coordinate of the particle x of t at time t is given by c1 c2 constant ആണ്. സോ ലഗ്രാഞ്ചിൻ തന്നിട്ടുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ് ഓഫ് ടി കണ്ടുപിടിക്കണം. അപ്പോൾ ലഗ്രാഞ്ചിന് നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കുക. d/dt ഇവിടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആരാണ്? എക്സ് ആണ്. ദെർഫോർ d/dt of ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് കാണാണ്. ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് വിൽ ബി ഈക്വൽ ടു എക്സ് ഡോട്ടിൽ ഡെറിവേറ്റീവ് എടുത്താൽ എന്താ കിട്ടുക? എം എക്സ് ഡോട്ട് കിട്ടും. നൗ d/dt ഓഫ് ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് വിൽ ബി ഈക്വൽ ടു എന്താ കിട്ടുക? എം എക്സ് ഡബിൾ ഡോട്ട് കിട്ടും. നൗ നെക്സ്റ്റ് ടേം ഡോ എൽ ബൈ ഡോ എക്സ് എന്താണ് വരിക? വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ബി വരും. ഓക്കെ, ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എം എക്സ് ഡബിൾ ഡോട്ട് മൈനസ് മൈനസ് പ്ലസ് ആവും, പ്ലസ് ബി വിൽ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദെർഫോർ എക്സ് ഡബിൾ ഡോട്ട് വിൽ ബി ഈക്വൽ ടു ആരെ കിട്ടും? മൈനസ് ബി ബൈ എം എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളിതിന് എന്ത് ചെയ്യണം? എക്സ് ഡബിൾ ഡോട്ട് നമുക്ക് അറിയാം, അതിന് എക്സിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഇതിന് ഒരു പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് ഡോട്ട് വിൽ ബി ഈക്വൽ ടു മൈനസ് ബി ബൈ എം ടി പ്ലസ് c1 എന്ന് കിട്ടും. ഒരു പ്രാവശ്യം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്താലോ എക്സ് വിൽ ബി ഈക്വൽ ടു, അല്ലെങ്കിൽ എക്സ് ഓഫ് ടി വിൽ ബി ഈക്വൽ ടു മൈനസ് ബി ബൈ എം ഇൻറ്റു ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ടി സ്ക്വയർ ബൈ 2 വരും അല്ലേ? ടി സ്ക്വയർ ബൈ 2 ടീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ടി സ്ക്വയർ ബൈ 2 വരും, പ്ലസ് c1നെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ c1t വരും, പ്ലസ് ഒരു ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൂടി ഉണ്ടാവും c2 എന്ന് കിട്ടും. അപ്പോൾ മൈനസ് ബി ടി സ്ക്വയർ ബൈ 2m പ്ലസ് c1t പ്ലസ് c2 എന്നുള്ള ഇക്വേഷൻ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരിക. c1ഉം c2 ഇൻ്റഗ്രൽ കോഎഫിഷ്യൻസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? സോൾവ് ചെയ്തിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, സോ അത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൽ ചെയ്യാനുണ്ടാവുക. ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നെറ്റിന് ചോദിക്കുക, നെറ്റ് ഗേറ്റ് എക്സാമുകൾക്ക്. അപ്പോൾ ആദ്യം ലഗ്രാഞ്ചിന് എന്താണെന്ന് അറിഞ്ഞു വെക്കുക, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ആ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ സോൾവ് ചെയ്യാൻ ഒരുപാട് സിസ്റ്റത്തിൻ്റെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയും കുറേ സിസ്റ്റത്തിന് സോൾവ് ചെയ്യാനുണ്ട്. നമുക്കത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം, അതിൽ പോയി നോക്കാം. ഓക്കെ, താങ്ക് യു.